ഈ അടുത്ത കാലം വരെ ഇന്ത്യ യുദ്ധോപകരണങ്ങൾക്കും ആയുധങ്ങൾക്കുമായി പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് റഷ്യ, അമേരിക്ക, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നുമായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ മൂലം കോടിക്കണക്കിന് പണമായിരുന്നു ഇത്തരത്തിൽ ഓരോ വർഷവും ഇന്ത്യ ചിലവാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തന്നെ മന്ദഗതിയിലാക്കിയിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. കാരണം ഇന്ത്യ നമുക്കാവശ്യമുള്ള പ്രതിരോധ സാമഗ്രികളുടെ നല്ലൊരു പങ്കും സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെയാണ് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി. ഇപ്പോൾ തന്നെ യുദ്ധോപകരണ കയറ്റുമതിയിൽ ഇന്ത്യക്ക് മുൻനിര സ്ഥാനമാണുള്ളത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ യൂറോപ്യൻ യൂണിയൻ ഒപ്പത്തിനൊപ്പമാണ് ഇന്ത്യ. ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ, ആകാശ് മിസൈൽ, പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ, വിവിധതരം ആർട്ടിലറി ഷെല്ലുകൾ, DRDO ആർമേഡ് കോമ്പാക്ട് വെഹിക്കിൾ, മിലിറ്ററി ട്രക്കുകൾ, ബോട്ടുകൾ, മിസൈലുകൾ, ദൃഷ്ടി സ്റ്റാർലൈനർ ഇൻ്റലിജൻറ്റ് സർവൈലൻസ് സിസ്റ്റം, സബ്മറൈനുകൾ, ടാങ്കുകൾ, റൈഫിളുകൾ തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ യുദ്ധസാമഗ്രികളും ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. ഫിലിപ്പീൻസ്, മൗറീഷ്യസ്, തായ്ലാൻഡ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അർജന്റീന, ബ്രസീൽ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഗയാന, അൾജീരിയ, എത്യോപ്യ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും വിയറ്റ്നാമും കംബോഡിയയും യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളുമെല്ലാം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കസ്റ്റമേഴ്സാണ്. യുദ്ധോപകരണ വിൽപ്പന തന്ത്രങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ വരുത്തിയ ചില മാറ്റങ്ങളാണ് ആയുധ കച്ചവടത്തിൽ ഇന്ത്യക്ക് കുതിച്ചുചാട്ടത്തിന് കാരണമായത്. ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ മേഖലയിലെ വമ്പന്മാരായ റഷ്യയും അമേരിക്കയും ചൈനയും. റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഇതിനൊരു വഴിത്തിരിവായത്. കാരണം യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യ തങ്ങളുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിൽ കുറവ് വരുത്തി അവരുടെ തന്നെ യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തങ്ങളുടെ യുദ്ധസാമഗ്രികൾ ഉക്രൈന് യുദ്ധസഹായമായി നൽകുകയും ചെയ്യുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ഈ വമ്പന്മാരുടെ കസ്റ്റമേഴ്സുമായി നേരിട്ട് വിൽപ്പന കരാറുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. യുദ്ധോപകരണ നിർമ്മാണ മേഖലയിലെ സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവോടുകൂടി ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖല കുറെ കൂടി ശക്തി പ്രാപിക്കുകയും നിർമ്മാണ നിലവാരം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. അദാനി, ടാറ്റ, ഭാരത് ഫോർജ്, L&T, മഹേന്ദ്ര, റിലയൻസ് തുടങ്ങി നിരവധി പ്രൈവറ്റ് കമ്പനികളാണ് ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളെയാണ്. ഇവർക്കായി ഓർഡർ അനുസരിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും വിൽപ്പനയ്ക്കുമായി നമ്മുടെ കമ്പനികൾക്ക് വായ്പ നൽകാൻ പൊതുവെ ബാങ്കുകൾക്ക് മടിയാണ്. ഇതിനൊരു പരിഹാരമായി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ എക്സിം ബാങ്ക് ആ ദൗത്യം ഏറ്റെടുത്തോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി. 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യ 1,23,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. 2020 വെച്ച് നോക്കിയാൽ 62% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2029 ആകുമ്പോഴേക്കും 50,000 കോടിയുടെ ആയുധ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് ഇന്ത്യയുടെ കയറ്റുമതി വെറും 2,000 കോടി മാത്രമായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ മേഖലയിലെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം? ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാങ്കേതികതയിലും നിലവാരത്തിലും റഷ്യയുടെയും US-ൻ്റെയും ഒപ്പം നിൽക്കുകയും എന്നാൽ ഉൽപ്പാദന ചിലവ് ഇവരെ അപേക്ഷിച്ച് 1/3 മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ 155 mm ആർട്ടിലറി വെടിയുണ്ടകൾക്ക് ഏകദേശം 33,000 രൂപയ്ക്ക് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇത് നിർമ്മിക്കുന്നത് ഏകദേശം 2,50,000 രൂപ ചിലവാക്കിയാണ്. ഇനി ഹോവിസ്റ്ററിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യ വിൽക്കുന്നത് ഏകദേശം 25 കോടി രൂപയ്ക്കാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ വിൽക്കുന്നത് ഇതിൻ്റെ 2 ഇരട്ടിയിൽ കൂടുതൽ വിലയ്ക്കും. ഇതാണ് ഈ മേഖലയിലെ ഇന്ത്യയുടെ മേൽക്കൈക്ക് കാരണവും. ഇതിനെല്ലാം പുറമെ ഇന്ത്യ 2026 വിദേശ എംബസികളിലേക്ക് 20ഓളം പുതിയ പ്രതിരോധ അറ്റാഷകളെ നിയമിക്കാൻ പോകുകയാണ്. ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. റഷ്യൻ ആയുധങ്ങളുടെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് അർമേനിയയിലേക്കും ബ്രസീലിലേക്കും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്. ബ്രസീലിൽ നിന്ന് യുദ്ധക്കപ്പലുകളുടെയും ആകാശ് മിസൈലുകളുടെയും ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. ഇതിനായി അവിടെ നമ്മുടെ എക്സിം ബാങ്കിൻ്റെ ശാഖ തുറക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയെ ലോകത്തിൻ്റെ ഫാക്ടറിയാക്കി മാറ്റുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഐഫോണുകൾ, മരുന്നുകൾ, വിവിധതരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ
ഹെലികോപ്റ്ററുകൾ, യുദ്ധസാമഗ്രികൾ, കപ്പലുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുമായും ഇപ്പോൾ തന്നെ വാണിജ്യ തലത്തിലും സാമ്പത്തിക തലത്തിലും കരാറുകളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഇനി ഇന്ത്യ ആയുധ മേഖലയിൽ കൂടി ആധിപത്യം സ്ഥാപിക്കുന്നതാണ് കാണാൻ പോകുന്നത്.